പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, നിറയണമേ കൃപ ചൊരിയണമേ, വരമേഴും നൽകണമേ, വരമേഴും നൽകണമേ. പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ, പാപത്തിൻ ബന്ധനമഴിച്ചിടാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടാൻ ആത്മബലം നീ നൽകണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ. ബൈബിളിലെ ഒരു ഉദാഹരണം എടുക്കട്ടെ. മനുഷ്യനെ ഭയപ്പെടാതെ ദൈവത്തെ ഭയന്ന ഒരു സ്ത്രീ, നമുക്കറിയാം അത് സൂസന്നയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യോവാക്കിം സൂസന്ന ദമ്പതികൾ. യോവാക്കിമിനെ കുറിച്ച് പറയുക സത്യസന്ധനും നീതിമാനുമാണ്. സൂസന്നയെക്കുറിച്ച് പറയുക സുന്ദരിയും സൗന്ദര്യമുള്ളവളാണ്, പക്ഷെ അഹങ്കാരം ഉണ്ടായിരുന്നില്ല. സൂസന്ന സുന്ദരിയാണ്, അതേസമയം ദൈവഭക്തയാണ്. ഈ യോവാക്കിമിൻ്റെ അടുക്കൽ 2 ന്യായാധിപന്മാർ സംസാരിക്കാൻ വരുമായിരുന്നു, കാര്യങ്ങൾ ആലോചന ചെയ്യാൻ. നീതിമാനും സത്യസന്ധനുമാണല്ലോ. വരുമ്പോഴൊക്കെ അവരുടെ ഒരു കണ്ണെപ്പോഴും സുന്ദരിയായ സൂസന്നയിലേക്കാണ്. ഒരു ദിവസം സൂസന്ന പൂന്തോട്ടത്തിൽ തനിച്ച് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് നിൽക്കുക. തോഴികളെ എണ്ണയും സോപ്പും തോർത്തും ഇഞ്ചക്കെടുക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക കുളിക്കാനായിട്ട്. അവൾ തനിച്ചെന്ന് കണ്ട് ഈ 2 ന്യായാധിപന്മാരും തോട്ടത്തിനുള്ളിലേക്ക് ചാടിച്ചെന്നു. അവളോട് പറഞ്ഞു, നീ ഞങ്ങളോടൊത്ത് ശയിക്കണം. അവൾ പറഞ്ഞു, ഞാൻ ശയിക്കില്ല. നിന്നെ കണ്ട നാൾ മുതലേ ഞങ്ങളുടെ ആഗ്രഹമാണ് നിന്നോടൊത്ത് ശയിക്കണം. നീ ഞങ്ങളോടൊത്ത് ശയിക്കുക, ഞങ്ങൾക്ക് നിന്നോടൊത്ത് സ്നേഹം പങ്കിടണം. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ശരീരം എൻ്റെ ഭർത്താവിന് വിറ്റതാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളോടൊത്ത് ശയിക്കില്ല. അവർ പറഞ്ഞു, നീ ശയിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഒച്ച വയ്ക്കും, തോഴികൾ വരും, എന്തിയെന്ന് ചോദിക്കും, ഞങ്ങൾ നിനക്കെതിരെ നുണ പറയും. ഞങ്ങളിവിടെ വരുമ്പോൾ ആ മരത്തിന് ചുവട്ടിൽ ഒരുത്തനുമായി നീ പാപം ചെയ്യുന്നത് കണ്ടു എന്ന് ഞങ്ങൾ പറയും. നിനക്കറിയാലോ, ഇങ്ങനൊരു പാപത്തിന് പിടിക്കപ്പെട്ടാൽ ശിക്ഷ സമൂഹത്തിന് മുൻപാക്കി കൊണ്ടുവരും, കൊന്നുകളയും. അപ്പോൾ സൂസന്ന പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് നുണ പറഞ്ഞാലും എൻ്റെ ഭർത്താവ് വിശ്വസിക്കുകയില്ല, ഞാൻ പാപത്തിന് കടന്നേറില്ല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അവർക്ക് മനസ്സിലായി ഇനി പ്രശ്നം ഗുരുതരമാകും. ഇവൾ ഭർത്താവിനോട് പറയും, ഞങ്ങളെ പിടികൂടും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ വലിയ ഒച്ചയും ഉണ്ടാക്കി. തോഴികൾ വന്നു, എന്തിയെന്ന് ചോദിച്ചു. യജമാനത്തെ എങ്ങനെയുണ്ട്? നല്ലതാ. ഓ നല്ലവള്, ഞങ്ങൾ കണ്ടതല്ലേ ആ മരത്തിന് ചുവട്ടിൽ ഒരുത്തനുമായിട്ട് പാപം ചെയ്യുന്നത്. ഇങ്ങനെ പാപത്തിന് പിടിക്കപ്പെട്ടാൽ സമൂഹത്തിന് മുൻപാകെ കൊണ്ടുവന്ന് കൊന്നുകളയും. പ്രിയമുള്ളവരെ, സൂസന്നയെ വിധിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് മുൻപ് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ പ്രിയവരെ സൂസന്ന എന്ത് ചെയ്തു? 42 മുതൽ 44 വരെയുള്ള വചനങ്ങൾ. സൂസന്ന രക്ഷിക്കാൻ കഴിവുള്ള തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ചു. തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ചു. നിത്യനായ ദൈവമേ, ഹൃദയരഹസ്യങ്ങൾ വിവേചിച്ചറിയുന്നവനെ, ജനിക്കും മുമ്പേ എല്ലാം അറിയുന്നവനെ, ഇവർ എൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്ന ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് അങ്ങേക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് അവൾ വാവിട്ട് കരഞ്ഞപ്പോൾ, അവൾ തമ്പുരാനെ വിളിച്ചപ്പോൾ പ്രിയമുള്ളവരെ അവളുടെ അടുത്ത് തമ്പുരാനുണ്ടായിരുന്നു. ദാനിയേൽ എന്ന ചെറുപ്പക്കാരനിലുള്ള ആത്മാവിനെ തട്ടിയുണർത്തി
ദൈവം അവനിലൂടെ സംസാരിക്കുകയാണ്. ദാനിയേൽ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? ഇവളെ വിധിക്കാൻ പോകുകയാണ്. എന്തിന്? ഇവൾ പാപം ചെയ്തു. ചോദിച്ചു, ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ വിധിക്കാൻ പോകുക ശരിയാ? വിചാരണ നടന്നോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അവൻ ശബ്ദത്തിൽ പറഞ്ഞു, വിചാരണ നടക്കാതെ എങ്ങനെ ഒരു ഇസ്രായേൽ പുത്രിയെ കൊന്നുകളയാൻ പറ്റും? ആദ്യം വിചാരണ നടക്കട്ടെ, നീ വിചാരണ ചെയ്തോളാൻ പറഞ്ഞു. എങ്കിൽ 2 ന്യായാധിപന്മാർ വിട്ടുതരാൻ പറഞ്ഞു. ഒരുത്തനെ മാറ്റി നിർത്തി കോടതി സ്റ്റൈലിൽ ഒരുത്തനോട് ചോദിച്ചു, ജനസമൂഹത്തിന് നടുവിൽ വെച്ച്, നീ സൂസന പാപം ചെയ്ത് കണ്ടോ? കണ്ടു. എവിടെ? ഗാർഡനിൽ മരച്ചുവട്ടിൽ. ആ മരത്തിൻ്റെ പേര് പറയൂ, കരുവേലകം. സത്യമല്ലേ? സത്യം. മാറ്റി നിർത്തി അടുത്തവനെ വിളിച്ചു, നീ കണ്ടോ സൂസന പാപം ചെയ്യുന്നു? കണ്ടു. എവിടെ? തോട്ടത്തിൽ മരത്തിന് ചുട്ടിൽ. ഏത് മരം? കരയാമ്പു. സത്യമാണല്ലോ, സത്യം. പ്രിയമുള്ളവരെ, ദാനിയേൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കേട്ടല്ലോ 2 പേരുടെയും സാക്ഷ്യം. ഒരേ സമയത്തിൽ ഒരു സ്ത്രീക്ക് 2 മരങ്ങളുടെ ചുവട്ടിൽ കിടന്ന് എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? അവർ പറഞ്ഞു നുണയെന്ന് മനസ്സിലാക്കി അവളെ കൊല്ലാൻ ഒരുങ്ങി നിന്നവർ ഈ 2 ന്യായാധിപന്മാരെ കൊന്നുകളയുകയാണ്. സഹോദരങ്ങളെ, സുഭാഷിതം 29:25 ഓർത്തേ, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. ഈ 2 ന്യായാധിപന്മാർ അവളെ ഭീഷണി മുഴക്കി പാപത്തിന് കിടക്കാൻ പറഞ്ഞപ്പോൾ അവൾ കിടന്നിരുന്നുവെങ്കിൽ അവരുടെ കെണിയിൽ അവൾ പെട്ടുപോകുമായിരുന്നു. എന്നാൽ അവൾ ഭയപ്പെട്ടത് ഭീഷണി മുഴക്കിയ ഈ 2 ന്യായാധിപന്മാരെ അല്ല. അവൾ ഭയപ്പെട്ടത് കർത്താവിനെയാ. എൻ്റെ തമ്പുരാൻ്റെ മുൻപിൽ ഞാൻ പാപം ചെയ്യില്ല. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. സൂസന്ന മനുഷ്യനെ ഭയപ്പെട്ടില്ല, സൂസന്ന ദൈവത്തെ ഭയപ്പെട്ടു. അവൾ സുരക്ഷിതയായി. പിള്ളേരെ, സഭയുടെ ചരിത്രത്തിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി എടുക്കട്ടെ. മരിയ ഗോരോത്തി, 12-13 വയസ്സുള്ള പെൺകുട്ടി. ഒരു ദരിദ്ര കുടുംബത്തിലെ പെൺകുട്ടി. അപ്പനും അമ്മയും ഒരു ധനവാന്റെ വയലിൽ ജോലി ചെയ്യുന്ന കൂലിപ്പണി. ഒരു ചെറ്റക്കുടലിൽ താമസിക്കുന്നു. 12-13 വയസ്സുള്ള ഈ കൊച്ചു പെൺകുട്ടി സുന്ദരിയ. അപ്പനമ്മയും ജോലിക്ക് പോയ സമയത്ത് അയൽപക്കത്തെ വീട്ടിലെ കാമപ്രാന്ത് പിടിച്ച അലക്സാണ്ടർ അവന് പുതിയ വസ്ത്രമെടുത്ത് കീറി ഇവളുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് വിളിച്ചു, മരിയ ഗോരോത്തി. അവൾ ജനലോട് നോക്കിയപ്പോൾ അലക്സാണ്ട്രിയേട്ടനാ. പിള്ളവരെ, എന്ത് ചേട്ടാന്ന് ചോദിച്ചു. കീറിയ വസ്ത്രം കാണിച്ചിട്ട് പറഞ്ഞു, ചേട്ടന് ഒരു യാത്ര പോകാനുള്ളതാ. യാത്ര പോകാൻ കീറിപ്പോയിരിക്കുന്ന വസ്ത്രം വേറെ ഇല്ല. നിനക്ക് സ്റ്റിച്ചിങ് അറിയാലോ, തുന്നൽ അറിയാലോ, തയ്ച്ചതാ. കൊച്ചൊരു നന്മ ചെയ്യാൻ വേണ്ടി വാതിൽ തുറന്ന് വസ്ത്രം വാങ്ങി മുറിക്കുള്ളിലേക്ക് പോകുമ്പോൾ പിന്നാലെ കയറി ചെന്ന് അവളുടെ ശരീരത്തിൽ അവൻ പിടിച്ചു. തിരിച്ചു നിന്ന് മരിയ ഗോരോത്തി പറഞ്ഞു, നോ നോ. അവൻ പറഞ്ഞു, നീ എന്നോടൊത്ത് ശയിക്കണം, നിന്നെ എനിക്കിഷ്ടമാണ്. ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ കിടന്നു തരില്ലെന്ന് പറഞ്ഞു. അവൻ കത്തി കാണിച്ചിട്ട് പറഞ്ഞു, നീ കിടന്നു തന്നില്ലെങ്കിൽ ഈ കത്തി കൊണ്ട് ഞാൻ നിന്നെ കുത്തിക്കൊല്ലും. അവൾ നെഞ്ചി പിരിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അലക്സാണ്ടർ, നിൻ്റെ മുൻപിൽ ഒരു പാപത്തിന് കിടന്നതിനേക്കാളും നല്ലത് നിൻ്റെ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് ഞാൻ മരിക്കുന്നതാണ്. ഞാൻ പാപത്തിന് കിടന്നു തരില്ല. പ്രിയമുള്ളവരെ, അവൻ ആഞ്ഞാഞ്ഞു കുത്തി. പ്രിയമുള്ളവരെ, അവൻ ഓടി. ഇവൾ വാവിട്ട് കരഞ്ഞു. അയൽവാസികൾ ഓടി വന്ന് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ട് ഓടി. പ്രിയമുള്ളവരെ, ഡോക്ടർ ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞു, ഈ പെൺകുട്ടി മരിക്കാൻ പോകുന്നു. അന്ത്യകുദാശ കൊടുത്തു. വികാരിയച്ഛൻ അന്ത്യകുദാശ കൊടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മോളെ, നിന്നെ കുത്തി അലക്സാണ്ടറോട് ക്ഷമിച്ചു വച്ചോ? നിനക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നാളെ അവനും സ്വർഗത്തിൽ എത്തിച്ചേരാൻ അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന അച്ചോ എന്ന് പറഞ്ഞ് അവൾ മരണം വരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താ വചനം? മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. ഈ 12-13 വയസ്സുള്ള പെൺകുട്ടി, അടുത്ത വീട്ടിലെ കാമഭ്രാന്ത് പിടിച്ചവൻ കത്തി ഉയർത്തി, കിടക്കടി മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ നിന്നെ കുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പാപത്തിന് കിടക്കാൻ തയ്യാറായി. അവൻ അവളെ ഭയന്നില്ല, അവൾ അവനെ ഭയന്നില്ല. അവളെന്താ പറഞ്ഞേ? നിന്റെ മുൻപിൽ ഒരു പാപത്തിന് കിടന്നു തരുന്നതിനേക്കാളും നല്ലത് നിന്റെ കയ്യിലിരിക്കുന്ന ഈ കത്തി കൊണ്ട്
ഞാൻ മരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അവൾ ഭയന്നത് അവനെയല്ല, അവൾ ദൈവത്തെയാണ് ഭയന്നത്. 12-13 വയസ്സുള്ള പെൺകുട്ടി. ഞാൻ പാപത്തിന് കടന്നു തരില്ല. എന്തുകൊണ്ടാ? അവളുടെ അമ്മ അവളെ പഠിപ്പിക്കുമായിരുന്നു. അമ്മമാരും അപ്പന്മാരും ഓർക്കണം, അവൾ വളർന്നു വന്നപ്പോൾ അമ്മ പഠിപ്പിച്ചു, മോളെ നീ മരിച്ചുവെന്ന് ആരെങ്കിലും ജോലി സ്ഥലത്ത് ഓടി വന്ന് പറഞ്ഞാൽ അമ്മ കരയില്ല കേട്ടോ. നിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നത് കണ്ടാൽ അമ്മ കരയില്ല കേട്ടോ. പക്ഷേ വിവാഹത്തിന് മുൻപ് നിൻ്റെ കന്യാത്വം നീ നഷ്ടപ്പെടുത്തിയെന്ന് അമ്മ അറിഞ്ഞാൽ അമ്മ കരയും. മോളെ നീ നിൻ്റെ കന്യാത്വം വിവാഹത്തിന് മുൻപ് നഷ്ടപ്പെടുത്തരുതേ. പാപത്തേക്കാൾ മരണമാണ് കൊച്ചേ നല്ലത്. ഈ അമ്മയുടെ ഉപദേശമാണ് അവളുടെ തലയിലൂടെ പോയത്. കത്തിയുയർത്തി അവൾ വധഭീഷണി മുഴക്കിയപ്പോൾ. സഹോദരങ്ങളെ, നമ്മൾ ആരും മനുഷ്യനെ ഭയപ്പെടേണ്ടതില്ല. ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 5-6 വചനം, നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തന് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലും നീതിദൃശ്യനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ വചനം പറയുന്നത്? മനുഷ്യർ നിന്നെ ഭയപ്പെടുത്തുമ്പോൾ നീ ഭയപ്പെടേണ്ട. നീ എന്ത് ചെയ്യണം? നീ ദൈവത്തെ അന്വേഷിക്കുക, സർവശക്തനെ കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനാണോ, നീ നിഷ്ഠനാണോ, അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നു നിൽക്കും. അതാ സൂസന്നയിൽ ദൈവം ചെയ്തത്. നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് തിരിച്ചു തരും. ഹല്ലേലൂയ, സ്വരംവര ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരംവര ഹല്ലേലൂയ. വീണ്ടും നിയമാവർത്തനം 28:7 പറയുന്നു, നിനക്കെതിരെ വരുന്ന നിന്റെ ശത്രുവിനെ കണ്ട് നീ ഭയപ്പെടേണ്ട. നിനക്കെതിരെ വരുന്ന നിന്റെ ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരെ അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ അവർ തിരിച്ചു പോകും. ഹല്ലേലൂയ. ശത്രുവിനെ ഭയപ്പെടേണ്ട, എതിരാളിയെ ഭയപ്പെടേണ്ട, നീ മനുഷ്യരെ ഭയപ്പെടേണ്ട. വചനം പറയുക, നിനക്കെതിരെ വരുന്ന നിന്റെ ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരെ അവർ ഒരു വഴിയിലൂടെ വരും, എന്നാൽ 7 വഴിയിലൂടെ അവർ തിരിച്ചു പോകും, പലായനം ചെയ്യും. മത്തായി 10:28 പറയുന്നു, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഹല്ലേലൂയ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ടത് നിന്റെ ശരീരത്തെയും ആത്മാവിനെ ശരീരത്തെ നരകത്തിനിരയാക്കാൻ കഴിയുന്ന ദൈവത്തെ നീ ഭയപ്പെടുക. വീണ്ടും ലൂക്ക 12:4 പറയുന്നു, എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവർ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങൾ നരകത്തിലേക്ക് തള്ളിവിടാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അത് ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുക, മനുഷ്യനെ ഭയപ്പെടരുത്. മനുഷ്യനെ ഭയപ്പെടുന്നുവെങ്കിൽ അതൊരു കെണിയാണ്. നമ്മൾ ആ കെണിയിൽ പെട്ടുപോകും. ഇത് പല വ്യക്തികളുടെയും തകർച്ചയുടെ കാരണം. മനുഷ്യനെ ഭയപ്പെട്ടു, അതിലൂടെ ചില കെണികളിൽ പെട്ട് ജീവിതം തകർന്നു പോയവരിവിടെയുണ്ട്. രക്ഷപ്പെടാൻ പറ്റാതെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവർ കെണിയിൽ. കോയമ്പത്തൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരു ജോസഫ് എന്നൊരു സാറ് വരും. ഞാൻ ചെന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കാണാൻ വരുന്നു. അച്ഛോ, ഞാൻ ഈ കോയമ്പത്തൂരിൽ നല്ലൊരു സ്കൂളിൽ അധ്യാപകനാണ്. അച്ഛോ, 7 വർഷത്തോളമായിട്ട് എനിക്ക് സാലറി ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. സാലറി കിട്ടാതെ ഞാൻ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുക. അതെന്താണെന്ന് ചോദിച്ചു. അത് എൻ്റെ തന്നെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ എനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തിയതിൻ്റെ ഫലമായിട്ട് അച്ഛോ എനിക്ക് ഇപ്പോൾ ശമ്പളം കിട്ടുന്നില്ല. ഞാൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. കോയമ്പത്തൂർ കോർട്ട് അച്ഛോ എനിക്ക് അനുകൂലമായി വിധിച്ചു.
പക്ഷേ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിരിക്കുക. അച്ചോ, അദ്ദേഹം എനിക്കെതിരെ ഓരോ ദിവസം ഇങ്ങനെ ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ സഹോദരൻ അദ്ദേഹത്തെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സഹോദരൻ തമ്പുരാനെ ഭയപ്പെട്. സഹോദരൻ തമ്പുരാനെ വിളിക്കുക. തമ്പുരാൻ പറയുന്നില്ലേ, നീ ആ മനുഷ്യനെ അല്ല ഭയപ്പെടേണ്ടത്, നീ എന്നെയാണ് ഭയപ്പെടേണ്ടത്. നീ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എന്ന് തമ്പുരാനെ വിളിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ വെറുപ്പ് വയ്ക്കരുതെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്ത് കൃപയിൽ വളരാൻ നോക്കുക. ഒന്ന് ഹല്ലേലൂയ പറയൂ. നമ്മോട് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ച് നമ്മൾ തിന്മ ചെയ്യാതെ നന്മ ചെയ്ത് നമ്മൾ കൃപയിൽ വളരാൻ നോക്കുക. അത് നമ്മൾ ചെയ്യേണ്ടത്. കാരണം വചനം പറയുന്നുണ്ടല്ലോ, റോമ 12, 19, 20, 21, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്ക്. എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്ക്. അതുവഴി അവൻ്റെ തലയിൽ തീക്കനൽ കൂന കൊട്ടും. തിന്മയെ തിന്മ കൂടി കിഴക്കാതെ തിന്മയെ നന്മ കൂടി കിഴക്കുക. ഒന്ന് ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, സുഭാഷിതം 25, 21, 22 വചനങ്ങൾ. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കും. അതുവഴി അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിന് തീക്കനൽ കൂന കൊട്ടും. വീണ്ടും പറഞ്ഞു കൊടുത്ത് 1 പത്രോസ് 3:9, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ജോസഫ് സാറേ, തനിക്കെതിരെ നീങ്ങിയിരിക്കുന്ന ആ മനുഷ്യനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. തമ്പുരാൻ അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ലൂക്ക 6, 27, 28 വചനങ്ങൾ കൊടുത്തു. ശത്രു ചെയ്യേണ്ട 4 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 1, ശത്രുവിനെ സ്നേഹിക്കുക. 2, ശത്രുവിന് നന്മ ചെയ്യുക. 3, ശത്രുവിനെ അനുഗ്രഹിക്കുക. 4, ശത്രുവിനെ പ്രാർത്ഥിക്കുക. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ അവിടെ പറഞ്ഞിരിക്കണേ ജോസഫ് സാറേ. അതുകൊണ്ട് സാറ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും. തമ്പുരാൻ ഒരു വിധി സഹോദരന് തരുമെന്ന് പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. 2 വർഷക്കാലം ഈ മനുഷ്യൻ എൻ്റെ അടുക്കൽ വരും, കണ്ണീരോടെ കാര്യങ്ങൾ പറയും, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഞാനും പ്രാർത്ഥിക്കും. 2 വർഷം കഴിഞ്ഞപ്പോൾ 9 വർഷം, 7 വർഷത്തെ കിട്ടാതിരുന്നു. പിന്നെ 2 വർഷം കൂടി അദ്ദേഹത്തിന് വിധി വരികയാണ്. ഇദ്ദേഹത്തിന് അനുകൂലമായി വിധി വന്നു. മാത്രമല്ല 9 വർഷക്കാലം ഇദ്ദേഹത്തിന് കിട്ടേണ്ട സാലറിയും ഇദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ അലവൻസും എല്ലാം ചേർത്ത് കൊടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ ലക്ഷങ്ങൾ അദ്ദേഹത്തിന് ഒരുമിച്ച് കിട്ടി. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നമ്മൾ മനുഷ്യനെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്കെതിരെ ആരെങ്കിലും പോകുന്നുവെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർക്കെതിരെ നിങ്ങൾ തിന്മ ചെയ്യാൻ പോകരുത്. അച്ഛൻ പറഞ്ഞ്, തിന്മയ്ക്ക് തിന്മ ചെയ്യാതെ നന്മ ചെയ്ത് നീ കൃപയിൽ വളരുക. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ കുടുംബത്തിലും നിന്നിലും വരും. പ്രൈസ് ദി ലോർഡ്. 2 കരം ഉയർത്തിപ്പിടിച്ചോ, കൈമുട്ടുകളൊക്കെ നിവർത്തിക്കോ. ആരോടെങ്കിലും ഉള്ളിനുള്ളിൽ വെറുപ്പ്, ദ്വേഷ, വൈരാഗ്യം ഉണ്ടെങ്കിൽ, മനുഷ്യനെ നിനക്ക് ഭയമുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേ. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഇടിവെട്ടുന്ന ശബ്ദത്തിൽ ഒന്ന് സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വിളിക്കുന്ന അനേകം കുഞ്ഞു മക്കളുടെ ഒരു ഭയമാണ് പഠനത്തിലുള്ള ഭയം, പരീക്ഷാ ഭയം. ഹല്ലേലൂയ. നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങളായാലും പരീക്ഷയിൽ ഒരു ഭയം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. എത്ര കുട്ടികൾ ഇന്നിവിടെ ഭയത്തിലിരിക്കുന്നു. ഒരുപക്ഷെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ പരീക്ഷ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. തമ്പുരാനെ വിളിക്കുക. ഒരുപക്ഷെ വിളിക്കുന്ന ചിലവരുടെ ഭയം രോഗഭയമായിരിക്കാം. രോഗം വന്നപ്പോൾ അതിനോർത്തുള്ള ഭയം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം, എൻ്റെ അടുത്ത് വന്ന ആ ക്യാൻസർ പേഷ്യൻ്റ് രോഗത്തോടുള്ള ഭയമായിരുന്നു ആ സ്ത്രീക്ക് വലുത്. ഭയം വിട്ടുപോയപ്പോൾ ആ രോഗത്തോട് ചേർന്നുള്ള രോഗപീഡയും വിട്ടുപോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പുറമേ നിന്ന് വന്ന ഭയപ്പാടുകളുണ്ട്. വ്യക്തികൾ, ജന്തുക്കൾ, സ്ഥലങ്ങൾ, സമയങ്ങൾ, സംഭവങ്ങൾ, ഇതിലൂടെ വന്ന ഭയങ്ങൾ. ഇനി 2
നമ്മുടെ തന്നെ ജീവിതത്തിൽ നമുക്കുണ്ടായ ഭയപ്പാടുകൾ. 3, കെട്ടുകേൾവിയിലൂടെ. അതുകൊണ്ട് നീ ചില വീടിൽ താമസിക്കാൻ ഭയം. ആരോ പറഞ്ഞു അവിടെ പ്രേതമുണ്ട്, ആരോ പറഞ്ഞു അവിടെ ഭൂതമുണ്ട്, പേടിയാ. ആരോ പറഞ്ഞു അന്ധവിശ്വാസങ്ങൾ. പ്രിയമുള്ളവരെ, ഇവിടൊക്കെ തമ്പുരാൻ പറയുക, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ പറയോ. സങ്കീർത്തനം 23:4, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47:1 എന്താ വചനം? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവേ നീ കൂടെയുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടുകയില്ല. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വീണ്ടും സങ്കീർത്തനം 34:7, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ജോബിനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലിക്കെട്ട് പണിത് വെച്ച്, പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ വേലിക്കെട്ട് പണിത് വെച്ച്, വാലാകമാരുടെ കോട്ട പണിതുയർത്തി ദൈവം ജോബിന് സംരക്ഷണം കൊടുത്തതുപോലെ ദൈവഭക്തരെ ചുറ്റും പാളയമടിച്ച് കർത്താവ് നമ്മെ രക്ഷിക്കും. നമ്മൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. സത്യപര. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനം 27:3, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. ഹല്ലേലൂയ. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. അപ്പോസ്തല പ്രവർത്തനത്തിൽ 27-ാം അധ്യായത്തിൽ ഒരു സംഭവം കാണുന്നു. പൗലോസ് അപ്പോസ്തലനെ അറസ്റ്റ് ചെയ്ത് റോമാപുരിയിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുപോകുക. കപ്പൽ മാർഗം കൊണ്ടുപോകുമ്പോൾ പ്രിയമുള്ളവരെ, വലിയ കാറ്റും കോളും ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. 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 ബൈബിളിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെയാണ്, പ്രിയമുള്ളവരെ, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ദിവസങ്ങൾ പ്രത്യക്ഷപ്പെട്ടില്ല. കാറ്റുകൾ ശക്തമായി കപ്പൽ തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന അവസ്ഥയിൽ ജോലിക്കാർ പ്രിയവരെ രക്ഷപ്പെടുത്താനുള്ള വഴികളൊക്കെ അടഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ട് ആ കപ്പലിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ലഗേജ് എല്ലാം എടുത്ത് വെള്ളത്തിലിട്ടു. ഭക്ഷ്യപദാർത്ഥങ്ങൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു. കപ്പലിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കി. ഈ സമയത്ത് ദൈവദൂതൻ വന്ന് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുകയാണ്. സങ്കീർത്തനം 27:4, പൗലോസ് നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ദൈവദൂതൻ പൗലോസിന് പറയുക, പൗലോസ് നീ ഭയപ്പെടേണ്ട. അതിൻ്റെ അർത്ഥം എന്താ? പൗലോസേ, നീ ചാരിയിരിക്കുന്ന ഈ കപ്പൽ ഇതാ മുങ്ങി താഴാൻ പോകുക, എങ്കിലും നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. 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 എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതമാകുന്ന കപ്പൽ ഇതാ പൊട്ടി തകരുകയാണ്. നീ ചാരി ഇരിക്കുന്ന കപ്പൽ പൊട്ടി തകർന്ന അവസ്ഥയാണ്. നീ ആശ്രയം വെച്ചിരിക്കുന്ന നിന്റെ ജീവിതമാകുന്ന കപ്പൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. നീ ആശ്രയിച്ചിരിക്കുന്ന നിന്റെ ബിസിനസ് തകർന്ന് തരിപ്പണമാകുന്നു. നീ ആശ്രയം വെച്ചിരിക്കുന്ന നിന്റെ റബ്ബർ തോട്ടത്തിൽ റബ്ബറിൻ്റെ വില കുത്തനെ താണു. നീ ആശ്രയം വെച്ചിരിക്കുന്ന നിന്റെ ജോലി നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, നീ ആശ്രയം വെച്ചിരിക്കുന്ന നിന്റെ ഫാക്ടറി തകർന്ന് തരിപ്പണമാകുക. പൗലോസിനോട് പറഞ്ഞ ദൈവം നിന്നോട് പറയുക, നീ ചാരി നിൽക്കുന്ന, നീ ആശ്രയം വെച്ചിരിക്കുന്ന നിന്റെ ജീവിതമാകുന്ന കപ്പൽ തകർന്ന് തരിപ്പണമാകുകയാണോ? കുഞ്ഞേ, നീ ഭയപ്പെടേണ്ട. കുഞ്ഞേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇത് തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ നടുക്കടലിൽ നിൽക്കുന്ന, ദുഃഖത്തിൻ്റെ നടുക്കടലിൽ നിൽക്കുന്ന, രോഗത്തിൻ്റെ നടുക്കടലിൽ നിൽക്കുന്ന, കടബാധിതയുടെ നടുക്കടലിൽ നിൽക്കുന്ന, ഞെരുക്കത്തിൻ്റെ നടുക്കടലിൽ നിൽക്കുന്ന,
ശത്രുപീഡയുടെ നടുക്കടലിൽ നിൽക്കുന്ന പ്രിയമുള്ളവരെ, അപമാനങ്ങൾ കിട്ടിയതിൻ്റെ നടുക്കടലിൽ നിൽക്കുന്ന നിന്നോട് ദൈവം പറയുക, പൗലോസ് നടുക്കടലിലാ, കപ്പൽ തകർന്നുകൊണ്ടിരിക്കുക. ആ പൗലോസിനോട് പറഞ്ഞ ദൈവം ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോ മകനോടും മകളും പറയുക, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത്, ഈ നിമിഷങ്ങളിൽ, തുറന്നുള്ള ആരാധനയിൽ പ്രിയമുള്ളവരെ, മനസ്സ് തുറന്ന് ദൈവമേ എന്ന് വിളിച്ചാൽ, യേശുവേ എന്ന് വിളിച്ചാൽ, നിന്നിലുള്ള ഭയത്തിൻ്റെ ദുഷ്ടാരൂപി, നിന്നിലുള്ള ഭയത്തിൻ്റെ ദുരാത്മാവ് നിന്നെ വിട്ടുപോകും. ഇന്ന് വിട്ടുപോകും, ഈ രാത്രി വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ പ്രവേശിക്കും. സമാധാനത്തിൻ്റെ ആത്മാവ് നിന്റെ കുടുംബത്തിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, സങ്കീർത്തനം 34:4, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. നീ ആരാധനയിൽ കർത്താവിനെ വിളിക്കി, എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കും. സങ്കീർത്തനം 47:1. വീണ്ടും നിയമാവർത്തനം 4:7, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ്. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ദൈവം നമുക്ക് ഇത്ര അടുത്തുള്ള ഇങ്ങനെ ഭാഗ്യം കിട്ടി വേറെ ആരാ ഈ ലോകത്തുള്ളത്? വീണ്ടും 2 തിമോത്തി 1:7, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ സ്നേഹത്തിൻ്റെ ആത്മനിയന്ത്രണത്തിന്. വീണ്ടും പറയുന്നു, റോമ 8:15, നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ഭയത്തിൻ്റെ, ആകുലതയുടെ, ഉത്കണ്ഠയുടെ ആത്മാവ്, ദുഷ്ടാത്മാവ് എന്നെ വിട്ടുപോകട്ടെ. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവ്, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് എന്നിൽ പ്രവേശിക്കട്ടെ. ഒരു വചനം കൂടെ പറയട്ടെ, സുഭാഷിതം 10:24, ദുഷ്ടൻ ഭയപ്പെടുന്നത് അവന് വന്നുകൂടും. മക്കളെ, നീ എന്ത് ഭയപ്പെടുന്നുവോ അത് നിനക്ക് വരും. ആ വചനം പറയുന്നു, നീ എന്ത് ഭയപ്പെടുന്നുവോ, എന്തിനെ ഭയപ്പെടുന്നുവോ അത് നിനക്ക് വരും. അതൊരു വചനം പറയുക, നീ ഭയപ്പെടേണ്ട. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പറയേണ്ടത്, ഞാൻ ഭയത്തോടെയല്ല തിരിച്ചു പോകുന്നത്, ഞാൻ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, എൻ്റെ വിജയകരമായി വലത്ത് കൈയുണ്ട്, നിൻ്റെ വലത്ത് കൈ ചേർത്ത് പിടിച്ച് പറയുന്നു, ഞാനാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട. സഹോദരങ്ങളെ, ഇന്നത്തെ ആരാധന വിടുതലിൻ്റെ ആരാധന കൂടിയാണ്. അതെനിക്ക് തമ്പുരാൻ മെസ്സേജ് തന്നത്. ഈ ഭയം നിങ്ങളെ വിട്ടുപോകണം. ഭയം വിട്ടുപോയാലേ, ഭയത്തിൽ ദുഷ്ടാത്മാവ് വിട്ടുപോയാലേ നിങ്ങൾക്ക് ഈ ലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഭയത്തിൽ ദുഷ്ടാരൂപി വിട്ടുപോകാൻ വേണ്ടി ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക.